India's biggest folding phone, India's biggest battery folding phone, India's brightest folding phone. അങ്ങനെ ഒരുപാടധികം ടൈറ്റിൽസുമായിട്ട് വിവോ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഫോണാണ് വിവോ എക്സ് ഫോൾഡ് 3 പ്രോ. കഴിഞ്ഞ ജൂൺ 16 ആയിരുന്നു ഇതിന്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരു രക്ഷയില്ല. റീസെന്റ് നമ്മൾ അൺബോക്സ് ചെയ്ത ഒരു ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഫോൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാടൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ S24 സീരീസിലൊക്കെ വരുന്ന പോലെ AI വരുന്നുണ്ട്, ഡുവൽ ചിപ്പ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള പ്ലാനറ്റ് എമ്മിനെ കോൺടാക്ട് ചെയ്യാം. പ്രീ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിനും കാര്യങ്ങളൊക്കെ അവർ ഓഫറായിട്ട് നൽകുന്നുണ്ട്. അതുകൂടാതെ 1 ടൈം ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാറണ്ടിയും 10% അഡീഷണൽ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡും നൽകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. നേരെ പ്ലാനറ്റ് എമ്മിനെ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അധികം വൈകണ്ട, നമുക്ക് നേരെ എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്യാം. ഇതുപോലത്തെ വിവോയുടെ ടിപ്പിക്കൽ ബോക്സിൽ തന്നെയാണ് നമ്മുടെ ഫോൺ വരുന്ന. ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ബോക്സിലാണ് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഫോൾഡബിൾ ഫോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലും ഈ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത് കേട്ടോ. അതിന് നേരെ പുറത്തായിട്ട് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ അഡാപ്റ്ററും നൽകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻസും സിം എജിക്റ്റിംഗുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ വിവോ എക്സ് ഫോൾഡ് 3 പ്രോ. വളരെ തിന്നാണ്. ഇത് കാണാൻ മാത്രമല്ല, നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഫോണുകളില്ലേ അതിന്റെ പകുതി കട്ട് ചെയ്തിന് വരുന്നുള്ളൂ. പിന്നെ പണ്ടത്തെ ഐഫോണിലൊക്കെ വരുന്ന പോലെ ഇവിടെ ഒരു സ്ലൈഡർ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കിയാൽ സൈലന്റ് ആവും. സംഭവം കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഐഫോണിലാണ് ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ ഈ ബെൻഡിങ്ങിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. വിവോ ഇതിന് ഓഫർ ചെയ്യുന്നത് 12 ഇയർ നിങ്ങൾക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്നല്ല, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം 100 തവണ യൂസ് ചെയ്താൽ വരെ ഇതിന് ഒരു ഇഷ്യൂസും വരില്ല. അങ്ങനെ 12 ഇയേഴ്സിന്റെ ലൈഫ് സ്പാൻ ആണ് വിവോ നമുക്കിതിൽ ഓഫർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ഒരു ബെൻഡിങ്ങിൽ വരുന്ന ക്രീസ് കാണാൻ പറ്റുന്നുണ്ടോ എന്നല്ലേ. അപ്പോൾ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡാർക്ക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ കൂടി നമ്മൾ അത്ര രീതിക്ക് വിസിബിൾ അല്ല കേട്ടോ. പക്ഷേ നമുക്ക് ടച്ച് ചെയ്താൽ ചെറുതായിട്ട് വളരെ മൈന്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യുള്ളൂ. 8.03 ഇഞ്ചിന്റെ ഒരു QHD അഥവാ 2K റെസൊല്യൂഷൻ വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ. അൺഫോൾഡ് ചെയ്യുമ്പോഴുള്ള വലിയ ഡിസ്പ്ലേ ആണ് ഇത്. HDR10+ഉം ഡോൾബി വിഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 413 pp ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. കൂടാതെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു അൺഫോൾഡ് ചെയ്യുന്ന ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഡിസ്പ്ലേയിലും 2 ഡിസ്പ്ലേയിലും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യസ് ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്നാണ് വിവോ ഇതിന് പറയുന്നത്. കാരണം 4500 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ലെവലാണ് ഇതിൽ വിവോ നൽകിയത് കേട്ടോ. സോ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുപോയി വെച്ചാലും നല്ല രീതിക്ക് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്നും ഫോൾഡ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 6.53 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ഉണ്ട്. 2 ഡിസ്പ്ലേസും LTPO 80 പാനൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0 to 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ഓവറോൾ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ ഡിസ്പ്ലേ. എനിക്ക് തോന്നുന്നു ഗെയിം ഒക്കെ നൽകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. മൂവീസ് കാണാനും വീഡിയോസ് ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ റെസൊല്യൂഷന് നമ്മൾ യൂട്യൂബിന്റെ വീഡിയോയിൽ കാണുന്ന ആ റെസൊല്യൂഷൻ ആയിരിക്കില്ല. നിങ്ങൾ ചെറുതായിട്ടൊന്ന് സൂം ചെയ്ത് വെക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണം. ഇനി പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരിക്കലും വിവോ അവിടെ ഒരു കോംപ്രമൈസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. Qualcomm Snapdragon 8 Gen 3 ആണ് ഇവിടെ നൽകിയുള്ളത് കേട്ടോ. നമ്മുടെ S24 അൾട്രയിലൊക്കെ വരുന്ന ആ സെയിം ചിപ്സെറ്റ് ആണ് ഇവിടെ നൽകിയുള്ളത്. കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വിവോയുടെ ഒരു V3 ചിപ്പ് നൽകിയിട്ടുണ്ട്. ഫോട്ടോസിന്റെ കാര്യങ്ങൾക്ക് പെർഫോമൻസിന് വേണ്ടി ഒരു V3 ചിപ്പും നൽകിയിട്ടുണ്ട്. ഒരു ഡുവൽ ചിപ്പ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. Adreno 750 ആണ് ഇതിലെ GPU കാര്യങ്ങളൊക്കെ വരുന്നത്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ 16 GB റാമും 512 GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയന്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സിംഗിൾ വേരിയന്റ് ആണ് ഇത് വരുന്നത് തോന്നുന്നു. Android 14 ബേസ്ഡ് ആയിട്ടുള്ള വിവോയുടെ ഫൺ ടച്ച് OS 14 ആണ് ഇതിൽ നൽകിയുള്ളത്. ഞാൻ ഇതിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കി, എക്സ്പെഷ്യലി PUBG അതായത് BGMI കളിച്ചു നോക്കി. എനിക്ക് 90 FPS ഒക്കെ നമ്മൾ സ്മൂത്തിൽ 90 FPS കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 90 എക്സ്പെക്ട് ചെയ്തില്ല, ഞാനൊരു 60 ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് 90 അതായത് എക്സ്ട്രീം പ്ലസ് എന്നുള്ള ഒരു റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് FPS കിട്ടുന്നുണ്ട്. ഈ ക്യാമറ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കണ്ട നമ്മുടെ വിവോയുടെ X100 സീരീസിൽ കുറച്ച് മെലിഞ്ഞൊരു X100 സീരീസ് പോലെ തോന്നുന്നുണ്ട് അല്ലേ. സെയിം ഒരു ക്യാമറ ബമ്പും കാര്യങ്ങളൊക്കെ നൽകിയുള്ളത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടോ ഇവിടെ വന്നിട്ടുള്ളത്. 50 മെഗാപിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 50 മെഗാപിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ, 64 മെഗാപിക്സലിന്റെ ഒരു 3x ഒപ്റ്റിക്കൽ ലെൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്കറിയാലോ Zeiss ആയിട്ടുള്ള കൊളാബറേഷൻ ആയതുകൊണ്ട് തന്നെ വിവോയുടെ ഫോട്ടോസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് വേറെ ലെവലാണ് കേസ്. X100, V29, V30 ഒക്കെ വേറെ ലെവൽ ഫോട്ടോസാണ് നമുക്ക് തരുന്നുണ്ടായിരുന്നത്. 8K 30 FPS ആട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. അതുകൂടാതെ നമുക്ക് 4K 60 30 കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല ഒരു ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ തന്നെ ഈ ഒരു സാമ്പിൾസ് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണ് ഈ ഒരു ബാക്ക് ക്യാമറ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബൊക്കെ മോഡ് ഉണ്ടല്ലോ, ബൊക്കെ മോഡ് 4K കിട്ടുന്നുണ്ട്. സാധാരണ ബൊക്കെ മോഡ് 1080p ആണ് കിട്ടാറുള്ളത് എല്ലാ ഫോളോ. എൻ്റെ സാംസങ് S22 അൾട്രയിലൊക്കെ 1080p ആണ് കിട്ടുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് 4K 30 FPS ബൊക്കെ മോഡിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുക. നിങ്ങൾ തന്നെ ജസ്റ്റ് വീഡിയോ കണ്ടു നോക്കുക. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇനി ഫോട്ടോസിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ അവിടെയും നല്ല വേറെ ലെവൽ ഫോട്ടോസ് ആട്ടോ. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വിവോ എക്സ് ഫോൾഡ് 3 പ്രോയിൽ എടുത്ത ഫോട്ടോസ് ആണ്. നോർമലി വിവോ സീരീസിൽ വരുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. എസ്പെഷ്യലി പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാടധികം രീതിക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും പോർട്രേറ്റിൽ. ജസ്റ്റ് സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 24mm എടുത്ത ഫോട്ടോസ് ആണ്. 35mm, 50mm, 85mm, 100mm. നല്ല ക്വാളിറ്റി അല്ലേ? ഈ ഒരു 85mm അതേപോലെ 100mm വരുന്നത് ആ ഒരു 3x ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ടാണ് ഈ ഒരു രണ്ട് ഇതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും നല്ല രീതിക്ക് ആ ഒരു ബൊക്കെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ 100x സൂമിങ്, അതായത് അണ്ണാക്കിലേക്ക് ചന്ദ്രനെ സൂം ചെയ്യുന്ന ആ ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. സോ അതിൻ്റെ ജസ്റ്റ് സൂമിംഗ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കാണുന്നത് വൈഡ് ആംഗിൾ 1x, 3x, 10x, 50x, 100x. പിന്നെ എക്സ്പെഷ്യലി ഇതിന് എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിൻ്റെ മാക്രോ ഫോട്ടോഗ്രാഫി. ഈ ഒരു ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് നമുക്ക് അൾട്ടിമേറ്റ് മാക്രോ ഫോട്ടോഗ്രാഫി എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല രീതിക്കാണ് ഈ ഒരു മാക്രോ ഫോട്ടോഗ്രാഫിയിൽ വിവോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. 3x 6x ആണ് രണ്ട് മോഡലാണ് മാക്രോ ഫോട്ടോഗ്രാഫി നമുക്ക് വരുന്നത് കേട്ടോ. നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ടും ബ്ലർ ആയിട്ടുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സാമ്പിൾസ് നിങ്ങൾ തന്നെ കാണാം. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ രണ്ട് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ഒന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ഡിസ്പ്ലേക്ക് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. രണ്ടും സെയിം ആണ്, എക്സാക്ട്ലി സെയിം ആണ്. 32 മെഗാപിക്സലിന്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകിയുള്ളത് ഫ്രണ്ടിൽ. ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഡീസെന്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ആണ്. പോർട്രേറ്റ്സ് ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡീസെന്റ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ടതാ, ഇതുപോലെ പിടിച്ചിട്ട് സെൽഫി എടുക്കാൻ പറ്റും. കാരണം ബാക്ക് ക്യാമറ നമുക്ക് ഫേസിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് HD നല്ല ഹൈ ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോസും ഫോട്ടോസും ബാക്ക് ക്യാമറ ഉപയോഗിച്ച് എടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നമുക്ക് 4K വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 1080p 30fps ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ. സോ ഇത്രയും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് നമുക്ക് അവിടെ ഒരു 4K അറ്റ്ലീസ്റ്റ് 4K 30 എങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ 1080p 30fps ആണ് നൽകിയുള്ളത്. പിന്നെ ഇതൊരു ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ക്യാമറ ഉപയോഗിച്ച് ഒരുപാടധികം ചെറിയ ചെറിയ നൈസ് ആയിട്ടുള്ള ട്രിക്കുകൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് സെൽഫി ക്യാമറ ഉപയോഗിച്ച് ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് സെൽഫി എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ കോളിംഗ് ചെയ്യുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിലൂടെ കാണും. ഇവിടെ ട്രാക്ക് പാഡും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് വീഡിയോ കോളിംഗ് സെറ്റപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കാണാനും കേൾക്കാനൊക്കെ പറ്റും. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. വെറും 236 ഗ്രാം മാത്രമേ ഈ ഒരു ഫോണിന് വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 11.2mm മാത്രമാണ് ഇതിന് വരുന്നത്. ഇത്രയും ഫോൾഡ് ചെയ്തിട്ട് പോലും 11.2mm മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ അൺഫോൾഡ് ചെയ്യുകയാണെങ്കിൽ വെറും 5.2, വളരെ തിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടൊരു എന്താ പറയുക ഫോണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. വെറും 5.2mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് അൺഫോൾഡ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ ഇതിൽ IPX8 സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണും വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ വരുന്നത് ഗ്ലാസ് ബാക്ക് ആണ്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി സ്ലിമ്മാന്ന് വെച്ചിട്ട് ബാറ്ററിയിൽ ഒരു കോംപ്രമൈസും വിവോ എത്തിയില്ല. 5700 ഇതിൽ എവിടെയാണ് വിവോ വെച്ചതെന്ന് എനിക്കൊരു രീതിക്കും മനസ്സിലാവുന്നില്ല. ഇത്രയും സ്ലിമ്മായിട്ടും 5700 ഒരു കിടിലൻ ബാറ്ററി ബാക്കപ്പ് ആട്ടോ. ഞാൻ ഇന്നലെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോഴും 61 ബാറ്ററി പെർസെൻറ്റേജ് വരുന്നുണ്ട്. ഇന്നലെ ഞാൻ PUBG കളിച്ചു, ഒരുപാടധികം കളിച്ചു. അപ്പോൾ 77 ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴും 61% ഇതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫോണിൽ ഡുവൽ 5G ആണ് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഏകദേശം 5G ബാൻഡ്സ് നോക്കുകയാണെങ്കിൽ 17 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വിവോ നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ നൽകിയുള്ളത് കേട്ടോ. സാധാ പോകുന്ന ഒരു ഒപ്റ്റിക്കൽ അല്ല, അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് കാര്യങ്ങളൊക്കെയാണ് നൽകിയുള്ളത്. കുറച്ച് കിടിലൻ AI ഫീച്ചേഴ്സ് ഇതിൽ വിവോ നൽകിയിട്ടുണ്ട്. AI നോട്ട് അസിസ്റ്റ് ചെയ്ത് നമുക്ക് നോട്ട്സ് ഒക്കെ ഇതുപോലെ സിമ്പിളായിട്ട് ഒരുപാട് നോട്ട്സ് ഒറ്റ രീതിയിൽ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് ഒക്കെ നമുക്ക് ഡയറക്ട്ലി ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുറേ ട്രിക്കുകൾ, കുറേ ചെറിയ നല്ല അടിപൊളി സംഭവങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കുന്നതിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ തന്നെ ഇത് സ്പ്ലിറ്റ് സ്ക്രീൻ സപ്പോർട്ട് ചെയ്യും. അതെ, സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് കൺവേർട്ട് ആവും ആപ്ലിക്കേഷൻസ്. പിന്നെ മൾട്ടി ടാസ്കിങ് വേറെ ലെവലാണ്. 2 സ്ക്രീനിലും 2 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ പോപ്പ് ചെയ്ത് കൊണ്ടുവെക്കാനും പറ്റും കേട്ടോ. സോ മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വേറെ ലെവലാണ്. സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് കൊടുക്കാതെ 2 ഡിസ്പ്ലേയുടെ. ഫൈനലി ഇതിന്റെ പ്രൈസ് ആണ് എല്ലാവർക്കും അറിയേണ്ടല്ലേ. ഇത് ഒറ്റ വേരിയന്റ് ആണ് വരുന്നത്. അതായത് 16GB റാമും 512GB സ്റ്റോറേജും വരുന്ന ഈ ഒരു വേരിയന്റ് റേറ്റ് എന്ന് പറയുന്നത് 1,59,999 രൂപയാണ്. ഏകദേശം 1,60,60,000 രൂപയാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ. സോ ആ ഒരു പ്രൈസിനുള്ള വകുപ്പുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാടധികം ഫീച്ചേഴ്സും അങ്ങനെ എടുത്തു പറയേണ്ട പോരായ്മയായിട്ട് എനിക്ക് ആ ഫ്രണ്ട് ക്യാമറയിൽ 4K കൊടുക്കാത്ത മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു ഫോൾഡബിൾ ഫോണാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിഡിലൻ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്നും നോക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരു വഴിയില്ല. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ.